പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കടമ്പനാടിൻ്റെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പരിലസിക്കുന്ന ഈ ഗുരുദേവ ക്ഷേത്രം സമർപ്പണം ചെയ്യപ്പെടുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ കഴിയതിലെ സന്തോഷം, അവാച്യമായ അനന്താനുഭൂതി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നുച്ചൈസ്വരം ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവൻ കേരളം കണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കർമ്മയോഗിയും ത്യാഗി വര്യനുമാണെന്നതിൽ സംശയലേശമില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സ്വതന്ത്രരാകുവാനും അദ്ദേഹം ജനതയെ ആഹ്വാനം ചെയ്തു. അതോടൊപ്പം സംഘടിച്ച് ശക്തരാകുവാനും. ശ്രീനാരായണ ഗുരുദേവന്റെ തത്വചിന്തകൾക്ക് മുമ്പെന്നത്തേക്കാളും പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് ഗുരുദേവ ദർശനങ്ങൾ മാനവരാശിയോട് ചെയ്യുന്നത്. അതിൻ്റെ ആഖ്യാന ശില്പം ക്ഷേത്രകലയുടെ സൂക്ഷ്മ സുഭഗതയെയാണ് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ആഖ്യാന ശില്പം ക്ഷേത്രകലയുടെ സൂക്ഷ്മ സുഭഗതയെയാണ് പ്രകടിപ്പിക്കുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനെ ആർ കാണുന്നു, ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ലഞ്ഞാൽ, പരസുഖമേ സുഖം എനിക്കു നിയതം, പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലീ. ഇന്നത് ആവാഹിപ്പിക്കാൻ കഴിയുന്നത് ഗുരുദേവ ദർശനങ്ങൾക്ക് മാത്രമാണ്. പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ഇത് മൂന്നുമില്ലാത്തൊരു ദുരവസ്ഥയിലൂടെ നമ്മുടെ യുവതലമുറ പലപ്പോഴും കടന്നു പോകുന്നു. മതിയൻ ആശേ നിന്നെ കൊടിയും വിഴുങ്ങുവാൻ ചതിയൻ ഒരാളുണ്ട്, കാലമാം കാളസർപ്പം എന്ന അവസ്ഥ. മുന്നോട്ട് നോക്കുമ്പോൾ ഘോര മഹാരണ്യം, പിന്നിലോ ശൂന്യമരുപ്പരപ്പും, കലം നിടറിയാൽ വീണുപോകും ഗർത്തത്തിൻ കൂലത്തിലാണ് ഞാൻ നിൽപ്പതിപ്പോൾ എന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ കൈപിടിച്ചുയർത്തുവാൻ, അവരിൽ മനുഷ്യത്വം പാലൂട്ടി വളർത്തുവാൻ, അവരെ ഉത്തമ പൗരന്മാരാക്കി തീർക്കുവാൻ തീർച്ചയായും ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിയും. ഗുരുദേവ